ഒരക്രമവും ഉണ്ടാകരുത് എന്നുള്ള തികഞ്ഞ ബോധ്യം ഞങ്ങൾക്ക് ഈ സമരത്തിന്റെ ആരംഭഘട്ടം മുതലുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ അത്തരത്തിൽ അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള സ്ക്രിപ്റ്റിന്റെ ഭാഗമാകുന്നതിന് വേണ്ടി ആ സ്ക്രിപ്റ്റിൽ അഭിനയിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള തീരുമാനമെടുത്തത്. സ്വാഭാവികമായും അവിടെ അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായില്ല. ഇന്നലെ രാജ്ഭവൻ പുറത്തിറക്കിയ പത്രക്കുറിപ്പിനകത്ത് തന്നെ അവർ പറഞ്ഞത് കേരളത്തിനകത്ത് മുഴുവൻ ക്രമസമാധാന പ്രശ്നമുണ്ട് എന്നടക്കം പറഞ്ഞ ആൾക്ക് സ്വാഭാവികമായും ബോധ്യപ്പെട്ടിട്ടുണ്ടാകും കേരളത്തിനകത്തുള്ള സമാധാന അന്തരീക്ഷത്തെ സംബന്ധിച്ച്. പൊതുവെ ഏറ്റവും അധികം തിരക്കുള്ള ഒരു പ്രദേശമാണ് മുട്ടായി തെരുവ്. ആ തെരുവിനകത്ത് ഉൾപ്പെടെ അദ്ദേഹം സഞ്ചരിച്ച ഘട്ടത്തിൽ കേരളം UP പോലെയല്ല ഏറ്റവും സമാധാനപരമായി ജനജീവിതം സാധ്യമാകുന്ന ഒരിടമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. ഒന്ന്. രണ്ടാമത് അദ്ദേഹം കാണിച്ച ഷോ വർക്കിന്റെ ഭാഗമായി അവിടെ അദ്ദേഹത്തിന്റെ ചാർട്ടിനകത്ത് അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ചാർട്ടിനകത്ത് എവിടെയും ഉണ്ടായിരുന്നില്ല അത്തരത്തിലൊരു യാത്ര. ഇവിടെ നിന്ന് അദ്ദേഹം പുറപ്പെടുന്ന ഘട്ടത്തിൽ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന പോലീസുകാർക്ക് പോലും അറിയില്ല എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, എങ്ങോട്ടാണ് അദ്ദേഹം പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച്. ആ നിലയിൽ എല്ലാ പ്രോട്ടോകോളുകളും നിശ്ചയിച്ചിരുന്ന പ്രോഗ്രാം ചാർട്ടടക്കം മാറ്റിമറിച്ച് പെട്ടെന്ന് മിഠായി തെരുവ് പോലെ ജനനിബിഡമായ ഒരു പ്രദേശത്തേക്ക് പോവുകയും ആ പോയതിന്റെ ഭാഗമായി ബാനറിന്റെ പുറകിൽ ആ നിലയിൽ ജനനിബിഡമായിട്ടുള്ള ഒരു പ്രദേശത്തേക്ക് പോയതിന്റെ ഭാഗമായിട്ടാണ് വേണ്ട മുന്നൊരുക്കങ്ങളോ മറ്റോ ഉണ്ടായിട്ടില്ല. സ്വാഭാവികതയോടെ വലിയ തിക്കും തിരക്കും ഉണ്ടാകിയും ഒരു മനുഷ്യൻ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിലേക്കടക്കം ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്കടക്കം പോകുന്ന നിലയുണ്ടായിട്ടുണ്ട്. നിലവിൽ കേരളത്തിലെ ചാൻസലർ സംഘപരിവാറിന്റെ ഏജന്റ് എന്നുള്ളതിൽ നിന്ന് മാറി ഒരു കൊലപാതക ഒരു മനുഷ്യന്റെ മരണത്തിന് ഉത്തരവാദിയാകുന്ന നിലയിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. സ്വാഭാവികമായും ഇതെല്ലാം ജനം വിലയിരുത്തും. അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഞങ്ങളുടെ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുന്നതിന് വേണ്ടി കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് പോകുന്നതിനുണ്ടാവും. ഇല്ല, ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കില്ല. ഈ മാർച്ച് ഞങ്ങൾ പുറത്തേക്കാണ്, റോഡിലേക്കാണ് ഞങ്ങൾ മാർച്ച് ഉദ്ദേശിച്ചിട്ടുള്ളത്. നിലവിൽ ഞങ്ങൾ ഈ സമരം അവസാനിക്കില്ലല്ലോ. അവസാനിക്കണമെങ്കിൽ ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യത്തിന് തീരുമാനം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ സർവകലാശാലകൾക്കകത്തേക്ക് സംഘപരിവാറിന്റെ ഏജന്റുമാരെ നോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ചട്ടവിരുദ്ധമായിട്ടുള്ള സംഘപരിവാറിന്റെ ഏജന്റ് പണി അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ മാത്രമേ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് സമരം അവസാനിപ്പിക്കുന്ന നിലയുണ്ടാകുള്ളൂ. ഞങ്ങൾ ഈ സമരം തുടർന്നുകൊണ്ടേയിരിക്കും. തിരുവനന്തപുരത്തെത്തും. ഇന്ന് രാത്രി അദ്ദേഹം തിരുവനന്തപുരത്തെത്തും. ഇനിയും വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഗവർണർക്കെതിരെയുള്ളത്? ഇനി അദ്ദേഹം ക്യാമ്പസിലേക്ക് ഒരുപക്ഷെ വരുന്നുണ്ടാവില്ല. ഇന്നത്തെ പ്രതിഷേധം ഇവിടെ നിന്നും കോഴിക്കോട് നിന്നും ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് അദ്ദേഹം രാജ്ഭവന്റെ മുറ്റത്ത് കയറുന്നത് വരെ SFIയുടെ പ്രതിഷേധം ഉണ്ടാകും. വഴിനീളെ അദ്ദേഹത്തിന് SFIയുടെ പ്രതിഷേധം ചൂടറിയേണ്ടി വരും. വരും ദിവസങ്ങളിലും ശക്തമായ പ്രക്ഷോഭ ക്യാമ്പയിനുകളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. If somebody in your office does not come to attend the office, can you explain why he has not come? Can you? So how can I? Do you think he boycotted the meeting? Why I should think? Because you are supposed to chair the... So you think? You say whatever you want to say. Why you want me to think? Because you are supposed to... Why this is that? Then you have every right to come to a conclusion. To me, he is not so important that I should think about him. Actually, sir, he is chaired the function actually. Oh, मान लिया भाई, but how do I know about the reason? I do not have any hidden knowledge. Is your office issued a showcase notice to us? That I will not discuss with you. Okay. So you have ordered to issue. I say what, and this cannot be basis for show cause notice for not attending the meeting. This cannot be the basis. There are so many other things. Okay, you have. You know, there is a judgment of the Honorable Kerala High Court which does not allow any protest inside the university, which does not allow any banner to be displayed inside the university. And here banners were displayed for last more than 24 hours, almost 48 hours. There are many other things. One sanctioned post of the carpenter and 6 CPM workers have been appointed here. There are many other grounds. Why this should be the ground? This is not important. What is important? Somebody was asking me, why do you call criminals? If somebody attacks, you are traveling in a vehicle and a group of persons come and they attack your vehicle.
and they try to break the glass panes, how will you describe them? Tell me. Sir, in a democracy, should you ask the banners to be removed? In a democracy, should you allow them to break my car and attack me personally? Asking about the banners. About the banner, ask the High Court who has said inside the campus, no banner. Tell me one thing. If Chief Minister is staying here, will they allow the banner? That's another question. Chief Minister is undemocratic, perhaps, but as the government. No, as governor, two people, if they speak at the same time, then I will go and sit in the car. I can't attend to two persons at one time. Governor, you should be aware of the law. There is a provision. I do not hold an elected office. I am accountable only to the President, Honorable President of India. And that is why there is a provision in IPC. If anyone tries to disturb or overawe either Honorable President or any governor, there is one specific provision. In the law of a democratic country, you can't do that to governor. Sir, you came up as a student leader. That is not. So This is. students are just protesting, I right? might have been student protest. I walked in Calicut for 2 hours. There was not a single protest anywhere. They are not protesters who attack your car physically, who want to hurt you physically. They are protesters. They are criminals, out and out criminals, hired by Chief Minister. He pays them. And it is because Chief Minister has sent them. He wants me. Why he is sending them? Because he feels now control of the university after the judgment of the Honorable Supreme Court has gone out from their hands. And they were abusing everything in the universities. That control has gone away now. Therefore, they want to frighten me. I'm not one who is. I have already told you. For me, the ideal personality is Swami Vivekananda. And he said, face the brutes, face the terrible, and face them boldly. And if they, like monkeys, they will fall back if you cease to flee from them. I am not one who will flee. And morning when I went to Calicut city, I told them no police personnel, even on the sides. And I walked more than a kilometer and see the footage. How people were loving, how they were affectionate, how they were showering their love on me. So they are the protesters. They are not protesters. They are. Vice Chancellor yesterday told me most of them are not even students. Yeah, this is what Vice Chancellor has said. Law and order situation, I have told you, apart from law and order, state is in the grip of financial emergency. So your visit was a reply to the protesters. What kind of absurd questions you ask? Who has trained you in media? I would like to know. Which organization you I have belong? the right to ask, sir. You don't have. Sir, I have the right to You ask. don't have right to ask illogical things. If you want to know If about my you organization, know- this is Madhrumi, this is 100 years Then old what kind of institution. Mathrubhumi? I do not expect this thing. Sir, And I want what to ask kind of genuine question? What is your genuine question? Just a I minute. just asked that your visit was a reply to the protesters. What visit? This is a program which I had given 2 months back. You and said you, earlier that the protesters tried to attack you and your reply I was, said, you do not know that they attacked my car? You are not aware? so you said you are going into the people. The people loves you and No, you no. loves the people. No. So No. They are saying that people are protesting. I went to the people to see what they are protesting. Not. I mean, everything is on record. Everybody was full of affection and love. It is only the vested interest who were milking the universities. I have already told you there is only one sanctioned post of the carpenter here in this university. 6 CPM workers have been appointed on that post. Sir, one last question. There cannot be more abuse of the universities than what this chief minister
and this government has done. So one last question. You have said that the emergency situation is there in Kerala. Already. No. I'm not saying. Fringe of emergency. No. What I have said is, Chief Secretary in his affidavit before the Kerala High Court, he has said that the Kerala government does not have the capacity to honor the financial guarantees it has given. So there is already a financial emergency kind of thing. So you are talking about the tolerance the country we have. So is there any chance for a truce between you and the There is a question of truth. Law is there. Act accordingly. Now Supreme Court judgment has come. It has made it clear that university matters come purely under the purview of the Chancellor. Don't interfere in the university matters. I am not interfering in your sphere. No, you are. There is a question of truth. What is the conflict? So you are not satisfied under the situation of Kerala now, the law and order situation. You are not. No. I have said in the morning, I still repeat. I have been minister in charge of police division in the government of India. Right from then, I have an opinion. Kerala police is one of the finest police in the country. They are one of the finest, and I really admire them. But they are not being allowed to work. They are being instructions. They are being given instructions by their minister in charge, who is chief minister. What can they do? I sympathize with them. But my opinion about Kerala police has not changed. That they are one of the best police force in the country. That is my opinion.